വെൽക്കം ടു ഫീനാസ് കിച്ചൻ. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റായും എളുപ്പത്തിലും ചാളത്തോരൻ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. എല്ലാവർക്കും തീർച്ചയായും ഇഷ്ടപ്പെടും. പ്രത്യേക മസാല കൂട്ടൊക്കെ ചേർത്താണ് നമ്മൾ ഈ തോരൻ തയ്യാറാക്കുന്നത്. ആദ്യം തന്നെ മീനൊന്ന് പുഴുങ്ങിയെടുക്കണം. അതിനായി കഴുകി വൃത്തിയാക്കിയ 3/4 കിലോ ചാളയിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് കരിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കഴുകി കുതിർത്തി വെച്ച ചെറിയ 2 കഷ്ണം കുടംപുളി വെള്ളവും ചേർത്ത് മീനിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഒരുപാട് പുളി പാടില്ല. ഈ വെള്ളത്തിൽ കിടന്ന് മീൻ വെന്ത് വരണം. ഇനി എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്ത് സ്റ്റൗ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച ശേഷം മീൻ ചെറുതായി ഒന്ന് പുഴുങ്ങിയെടുക്കണം. ഒരുപാട് വെന്ത് പോവരുത്. ഇപ്പോൾ മീൻ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലെ കുറച്ച് വെള്ളം കൂടി വറ്റി കഴിയുമ്പോൾ തണുത്ത ശേഷം ചാളയിലെ മുള്ളെല്ലാം മാറ്റി തോരൻ ഉണ്ടാക്കാനായി നമുക്കിത് മാറ്റി വെക്കണം. ഇനി തോരന് വേണ്ടിയുള്ള മസാലക്കൂട്ട് തയ്യാറാക്കി എടുക്കാം. ഒരു ചെറിയ മിക്സി ജാറിൽ 3/4 കപ്പ് അളവിൽ തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങയുടെ അളവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ കൂട്ടിയും കുറച്ചുമൊക്കെ എടുക്കാം. ഇനി അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 3/4 ടീസ്പൂൺ പെരുംജീരകം മുഴുവനായി ചേർത്ത് കൊടുക്കണം. ചെറിയ ജീരകമല്ല, പെരുംജീരകമാണ്. ഇതും കൂടി ചേരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് തോരന്. ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് സാധാരണ നമ്മൾ തോരന് ചതച്ചെടുക്കില്ലേ, അതുപോലെ ഒന്ന് ക്രഷ് ചെയ്ത് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഒരു കടായി സ്റ്റൗവിൽ വെച്ച് ചൂടായി വരുമ്പോൾ 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് നമ്മുടെ തോരന്. എണ്ണ ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിത്തുടങ്ങുമ്പോൾ 2 വറ്റൽമുളക് 2ആയി കട്ട് ചെയ്തതും കുറച്ച് കരിവേപ്പിലയും ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞതും 1 ടീസ്പൂൺ വെളുത്തുള്ളി പൊടിയായി കട്ട് ചെയ്തതും ചേർത്ത് കൂടെ തന്നെ 2ആയി കട്ട് ചെയ്ത 3 പച്ചമുളകും കൂടി ചേർക്കുന്നുണ്ട്. ഇനി എല്ലാം ഒന്ന് പച്ചമണം പോകാനായി വഴറ്റിയെടുത്ത് ഏകദേശം 10-12 ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞതും ചേർത്ത് കൊടുക്കണം. ഇനി ഉള്ളി നന്നായി വഴണ്ട് ചെറുതായി കളറ് മാറി ഒരു ഗോൾഡൻ നിറമാകുന്നത് വരെ വഴറ്റിയെടുക്കാം. സവാള വേണമെങ്കിൽ ചേർക്കാം. എന്നാൽ ചെറിയ ഉള്ളി ചേർത്ത് തോരൻ തയ്യാറാക്കുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കും നമ്മുടെ തോരന്. ഇപ്പോൾ ഉള്ളിയുടെ കളറൊക്കെ മാറി ചെറിയൊരു ഗോൾഡൻ നിറമായിട്ടുണ്ട്. ഈ സമയം ചതച്ച് വെച്ച തേങ്ങാക്കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് എല്ലാം നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇപ്പോൾ തീ കുറച്ച് മീഡിയത്തിൻ്റെയും ലോ ഫ്ലെയിമിൻ്റെയും ഇടയ്ക്ക് വെച്ച് കൊടുക്കാൻ മറക്കരുത്. ഇനി തേങ്ങാക്കൂട്ടിലേക്ക് വേണ്ട 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ച് തേങ്ങയുടെയും മസാലയുടെയും പച്ചമണമൊക്കെ മാറി വരുമ്പോൾ ഈ മുള്ളൊക്കെ മാറ്റി വെച്ച ചാളമീനിൻ്റെ ഫ്ലഷ് മാത്രം എടുത്ത് ഈ തേങ്ങാക്കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി തീ കുറച്ച് വെച്ച് 5-6 മിനിറ്റ് നന്നായി എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഒരുപാടങ്ങ് മീൻ പൊടിച്ചെടുക്കാൻ പാടില്ല. ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങൾ ഉണ്ടാവണം നമ്മുടെ ചാളത്തോരന്. 5-6 മിനിറ്റ് ഇതുപോലെ യോജിപ്പിച്ചെടുക്കുമ്പോഴത്തേക്കും നല്ല വെളിച്ചെണ്ണയും ചെറിയ ഉള്ളിയും തേങ്ങയും നമ്മൾ ചേർത്ത മസാലക്കൂട്ടും എല്ലാം ചാളയുമായി ചേർന്ന് നല്ലൊരു മണമൊക്കെയായി അടിപൊളിയായി വരും നമ്മുടെ ചാളത്തോരൻ. കണ്ടില്ലേ എത്ര പെട്ടെന്നാണ് ടേസ്റ്റിയായ ഈ ചാളത്തോരൻ നമ്മൾ തയ്യാറാക്കിയത്. ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കണേ. അതുപോലെ തന്നെ ഇതുവരെ ഫീനാസ് കിച്ചൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയ റെസിപ്പികൾക്കായി തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. ഇനി ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.